ഇപ്പോൾ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം നിരീക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കേണ്ട നയങ്ങളും അടവുകളും ആവിഷ്കരിക്കും. പ്രായപരിധി പാർട്ടിയുടെ ഒരു തീരുമാനമാണ്, പൊതു തീരുമാനമാണ്. അപ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടി മാത്രം അതിൽ ഇളവ് നൽകുക എന്നുള്ളത് ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. പക്ഷേ ചില രാഷ്ട്രീയ എതിരാളികൾക്ക് അവർ വല്ലാത്ത ഭയപ്പാടോടുകൂടി കാണുന്ന ചില സംഭവങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങളുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. പിണറായി വിജയൻ അല്ലാതെ വേറെ ആർക്ക് വേണ്ടിയാണ് ഇളവ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയിലുള്ളത്? അങ്ങനെ ആരും ശ്രദ്ധയിൽപ്പെടും മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രം ആ പ്രായപരിധി ഇളവ് നൽകുന്നതാണോ? എങ്ങനെ? ഞാൻ ചോദിച്ചത് പാർട്ടിയുടെ കേഡർ സിസ്റ്റത്തിന്റെ ഭാഗമായി അതും ഈ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട വിഷയങ്ങൾ രണ്ടല്ലേ? ഇതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, ഇതെല്ലാം അതാത് ഘടകങ്ങൾ, പാർട്ടി സംഘടനകൾ അതാത് കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് ചില നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ 3 വർഷത്തിലൊരിക്കലാണ് പാർട്ടി കോൺഗ്രസ്. അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ഉണ്ടായില്ലല്ലോ. അടിയന്തരാവസ്ഥയിൽ പാർട്ടി കോൺഗ്രസ് ചേരാൻ കഴിയാത്തത് കൊണ്ട് പാർട്ടി കോൺഗ്രസ് നടന്നില്ല. പിന്നീട് 5 വർഷത്തിന് ശേഷമാണ് പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാലഘട്ടത്തിൻ്റെ സ്ഥിതിഗതികളെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. അതിൽ ഏറ്റവും ശരിയായ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് പറ്റാതിരിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ശരികൾ മാത്രം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പരിശ്രമിക്കും. ഞാനീ പറഞ്ഞ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല. അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ടമാണ് ഉണ്ടാക്കുക. പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക. അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാകും, ഇന്നാൾ കമ്മിറ്റിയിലുണ്ടാവില്ല, ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല, ഇന്നാൾ കളവ് കൊടുക്കില്ല. ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല. പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾ പാർട്ടി സ്വീകരിക്കും. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതിൽ പ്രതികരിച്ചു കഴിഞ്ഞു. പിണറായി പ്രായപരിധിയിൽ ഇളവ് നൽകിയിട്ടുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ആ സൂചന നൽകി കഴിഞ്ഞു. അപ്പം ഒരാൾക്ക് വേണ്ടി മാത്രമാണോ ഈ ഇളവ്? അതാണ് ഈ കേഡർ സിസ്റ്റത്തിൽ അത് യോജ്യമാണോ എന്നാണ്? അതാ ഞാൻ പറഞ്ഞത്. അതൊന്നും ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അതെപ്പോഴാണ് ചർച്ച ചെയ്യുക? ആ കമ്മിറ്റിയുടെ ഘടനയുടെ ഘട്ടങ്ങളിലാണ് കമ്മിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് യഥാർത്ഥത്തിൽ ഈ കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു അവ്യക്തതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയമായും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകും. ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. സംഘടനാപരമായി ആലോചിക്കേണ്ട കാലഘട്ടങ്ങളിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. തുടർഭരണം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ പിണറായി തന്നെ ആയിരിക്കുമോ നയിക്കുക? ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി?
ഇപ്പോൾ നല്ല ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത്? ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സല്ലേ. ഇങ്ങനെ സംശയിക്കുകയും ഇങ്ങനെ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സതുദ്ദേശപരമായ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്കെങ്കിലും അതിൽ ഇളവ് നൽകേണ്ടി വരും. കാരണം ഈ മൂന്നാമത് ഭരണത്തിന് തുടരുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി പറയുന്നത്. കാരണം പല മണ്ഡലങ്ങളിലും നിലവിലുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. അതൊരു പാർട്ടി വിലയിരുത്തിക്കൊണ്ട് തീരുമാനിക്കേണ്ടതല്ലേ. ഇന്നാൾ മത്സരിക്കണം, ഇന്നാൾ മത്സരിക്കേണ്ട, ഇന്നാൾ നിൽക്കുക മത്സരിക്കണം, ഇതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഇന്നൊരു വിഷയമേ അല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പാർട്ടി ആലോചിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവേ എടുത്തുകൊണ്ടിരിക്കുന്നൊരു നിലപാട് പുതിയ പുതിയ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് നിയമസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർട്ടിയിലുമൊക്കെ പുതിയ നേതൃശക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലപരിധിയൊക്കെ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചതാണ്. അത് നമ്മുടെ നിയമപരമായിട്ടുള്ളതിൻ്റെ പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ളതല്ല. ഇത് അവിടെ മാത്രമല്ല, ഞങ്ങൾ ഈ സഹകരണ മേഖലയിലും ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരാൾ തന്നെ തുടർച്ചയായി പ്രസിഡൻ്റായി വരുന്നത് സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ആക്ഷേപങ്ങൾക്കിടയാക്കും. അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഴിമതി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം. അതുകൊണ്ട് സഹകരണ മേഖലയിൽ 2 ടേമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഭരിക്കുന്ന പാർട്ടിക്ക് സ്വാധീനമുള്ള ഭരണസമിതികളിൽ 2 ടേമാണ്. എന്നാൽ അതിൻ്റെ നിയമപരമായ വശമെടുത്ത് നോക്കിയാൽ നിയമത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന 3 ടേമാണ്. അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ചർച്ച ചെയ്ത് അവരും ആ നിലപാടിനോട് യോജിച്ചു. അങ്ങനെ 3 ടേം എന്നുള്ളത് അവർ കൂടി നിർദ്ദേശിച്ചു. അങ്ങനെ 3 ടേം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഈ സഹകരണ നിയമം തന്നെ പാസ്സാക്കുന്നത്. അതെല്ലാം ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് നിർവഹിക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ പഴയതുപോലല്ല. ചുമതലകൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു പുതിയ നേതൃനിര തന്നെ വളർന്നു വരുന്നിട്ടുണ്ട്. കരുത്തരായിട്ടുള്ള നേതൃനിര വളർന്നു വരുന്നുണ്ട്. വളരെ വിദ്യാസമ്പന്നരാണ് ഇന്ന് കേരളത്തിലെ ജനത. എല്ലാ ചെറുപ്പക്കാരികളുമൊക്കെ പഠിച്ച് മിടുക്കരാവുകയാണ്, ഉന്നത ബിരുദം നേടുകയാണ്, അവരൊരുപാട് അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്നവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും നേതൃരംഗത്തേക്ക് ഉയർത്താനും പൊതുസമൂഹത്തിന് ഊർജം കൊടുക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പ്രായോഗിക സമീപനം എന്ന നിലയിലാണ് ഈ ടേമൊക്കെ പാർട്ടി നിശ്ചയിച്ചത്. അത് ഗുണകരമായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള വിലയിരുത്തൽ.